നമസ്തേ, മുഹൂർത്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വൃശ്ചിക രാശിയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിശാഖത്തിന്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അങ്ങനെ ആ രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് വൃശ്ചിക രാശിയിൽ നമുക്ക് വരുന്നത്. അവരെ സംബന്ധിച്ച് 9-ാം ഭാവത്തിലാണ് സൂര്യൻ വന്ന് നിൽക്കുന്നത്. കർക്കിടകം അവർക്ക് 9-ാം ഭാവത്തിലാണ് വരുന്നത്. അപ്പോൾ ആ 9-ലെ സൂര്യൻ എപ്പോഴും നല്ലതാണ്. 9-ാം ഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂർവ്വ പുണ്യങ്ങളും അതൊക്കെയാണ്. അപ്പോൾ ഈ കർക്കിടക മാസ ആചരണം ഉണ്ടല്ലോ, കർക്കിടകം 31 ദിവസം നമ്മൾ വളരെ നന്നായിട്ട് ചിട്ടയോടുകൂടി വ്രതാനുഷ്ഠാനത്തോടുകൂടിയൊക്കെ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ നല്ല ഗുരുനാഥൻ്റെ അടുത്ത് പോകാനും പുതിയ ഗുരുനാഥന്മാരെ നമുക്ക് കിട്ടാനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വൃശ്ചിക രാശിക്കാരെ എപ്പോഴും സൂക്ഷിക്കേണ്ടത്, നമുക്കൊരു ഉപാസനയൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നല്ല ഒരു ഗുരുനാഥനെ കണ്ടെത്താൻ പറ്റും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പിന്നെ അവിടെ സൂര്യനോട് കൂടി വ്യാഴവും കൂടിയുണ്ട്. ഏറ്റവും ഉചിതമായ മാസമാണിത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഗുരുനാഥനെ കിട്ടുമ്പോൾ നമുക്ക് ആളിൽ നിന്ന് എന്തെല്ലാം പഠിക്കാമെന്ന് നമ്മൾ ചിന്തിക്കണം. എപ്പോഴും നമ്മൾ ആ ഗുരുനാഥനിലൂടെ എന്താണ് നമുക്ക് പഠിക്കാൻ പറ്റുക, നമ്മുടെ ഉപാസന എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു ഗുരുനാഥനെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നൊരു സമയമാണ്. ആ കിട്ടുന്ന സമയത്ത് നമ്മളതിനെ നന്നായിട്ട് ഗുരുനാഥനുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ ഉപാസനയും നമുക്ക് ഏറ്റവും നമ്മുടെ പൂർവ്വജന്മാർജിതമായിട്ട് നമുക്കൊരു പുണ്യമാണല്ലോ നമുക്കൊരു പുതിയ ഗുരുനാഥനെ കിട്ടുക എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ കിട്ടാൻ ഈ പൂജയും മന്ത്രോപാസനയും ഒക്കെ ഉള്ളവർക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ അതല്ലാത്തവരും ഉണ്ടല്ലോ ധാരാളം ആൾക്കാർ. അപ്പം അവരെ സംബന്ധിച്ചാണെങ്കിൽ ക്ഷേത്രത്തിൽ പോവാം, നന്നായിട്ട് ദേവതേനെ തൊഴുക, വിഷ്ണുവിനെ തൊഴുക, സൂര്യനെ തൊഴുക. അതൊക്കെ ഇത് കഴിഞ്ഞാൽ അവരുടെ ഭാഗ്യഭാവത്തിലാണ് നിൽക്കുന്നത്. പെട്ടെന്ന് കിട്ടുന്ന ഭാഗ്യങ്ങളും ഈ 9 എന്ന് ആയതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഭാഗ്യത്തെ കുറിച്ച് പറയുന്നത്. ആ ഭാഗ്യങ്ങള് അങ്ങനെയുള്ള പുരാതനമായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് നമ്മൾ വിചാരിക്കാത്ത നേട്ടങ്ങൾ കൂടി സംഭവിക്കുന്ന ഒരു മാസമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കർക്കിടക മാസം ദക്ഷിണായനം ആരംഭിക്കുകയാണ്. വ്രതങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാം. ചിട്ടയായിട്ട് നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുക. ഒരു ചിട്ട വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു മാസത്തിൽ ഒരു ദിവസത്തിൽ ഇത്ര സമയത്തിന് നിങ്ങൾ ഈ ഒരു മാസം മാത്രം ആചരിച്ചു കഴിഞ്ഞാൽ അത്ഭുതമായ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവും. നമ്മൾ ആചരിക്കണം കേട്ടാ. അതായത് നമ്മൾ കൃത്യനിഷ്ഠമായിട്ട് നമ്മൾ ആ ഒരു 6 മണിക്ക് എണീറ്റു, 7 മണിയാകുമ്പോഴത്തേനും കുളിച്ച് ശുദ്ധിയായി ഞങ്ങൾ നാമം പാരായണം ചെയ്യും. അങ്ങനെയായിട്ട് കൃത്യമായിട്ട് ചെയ്തവർക്ക് നല്ല റിസൾട്ട് കിട്ടും. ഒരു ദിവസമോ 2 ദിവസമോ ചെയ്താൽ കാര്യമില്ല. കൃത്യമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടാനായിട്ട് പറ്റും. അതിനാണ് നമ്മളിപ്പോൾ ഈ ഒരു മാസത്തിൽ ഈ പറയുന്നത്. ഇപ്പോൾ ദക്ഷിണായനാണ്, മണ്ഡലമാസക്കാലാണ്, വ്രതം ആണ് എന്നല്ല. ഈ ഒരു മാസം നിങ്ങളത് കൃത്യമായി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അനുഭവ ഫലങ്ങളാണ് നമുക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വൃശ്ചിക മാസത്തിലുള്ള നക്ഷത്രങ്ങള്, ആ നക്ഷത്രങ്ങൾ പെടുന്നവര് നന്നായിട്ട് പ്രാർത്ഥിക്കുക, ദേവീ ക്ഷേത്രത്തിൽ പോവാം. പിന്നെ 5-ലാണ് ശനി. ഇപ്പം നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കും, അത് ചെയ്യണോ, ഇത് വേണോ. അതൊന്നും അല്ലാതെ സ്ട്രിക്റ്റ് ആയിട്ടൊരു മനസ്സെടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല മാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ രോഗങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിന് സ്വസ്ഥതയില്ല, ഇത് ചെയ്യണോ അത് ചെയ്യണോ അങ്ങനെയുള്ള ഒരു അസ്വസ്ഥതയാണ്. ഇപ്പോൾ കർക്കിടക മാസമാണ്, ഞാൻ ഇത് ചെയ്താൽ ശരിയാവൂ എന്നൊക്കെ ഒരു അസ്വസ്ഥത വരാനുണ്ട്. അപ്പം അതൊന്നും ഇല്ലാതെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നമ്മൾ പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അസ്വസ്ഥത ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു മാസമായിട്ട് നമുക്ക് കൊണ്ടുവരാം.